നിങ്ങൾക്ക് തന്ന സ്ഥലത്താണ് വന്ന് നിൽക്കേണ്ടത്. സ്ഥലം പിന്നെ കൊടുക്കുന്നുണ്ടല്ലോ, എൻ്റെ വീട്ടിലല്ല, നിങ്ങൾക്ക് തന്ന സ്ഥലം നിങ്ങൾ കളഞ്ഞു തന്നില്ല. പുതിയ ആളുകളൊന്നും വരണ്ട, സ്ഥലമൊക്കെ ഏകദേശം കഴിഞ്ഞ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തന്ന സ്ഥലത്ത് ഇന്നും സ്ഥലം ഇൻഷാ അല്ലാഹ് നമ്മൾ വാങ്ങി ഇഞ്ഞു കൊടുക്കൂട്ടോ. അപ്പം ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കുകയാണ്. ഓരോ അതിരുകളൊക്കെ റെഡിയാക്കി കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നോമ്പിൻ്റെ കച്ചവടമൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നോമ്പ് 27-ന് പരിപാടി വെക്കനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കും കേട്ടോ. എല്ലാവരും വെക്കണം എന്നാണ് പറയുന്നത്. എന്താണെന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിൽ എത്താം കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ് കേട്ടോ. പിന്നെ റമളാനാണ്. നമ്മൾ പ്രത്യേകം എപ്പോഴും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഇതിങ്ങനെ ധാരാളം ചൊല്ലണം കേട്ടോ. ഇന്ന് വൈകുന്നേരങ്ങൾ മജ്ലിസിലേക്ക് വരുമ്പോൾ അടിമിൻ ഇതിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് വൈകുന്നേരങ്ങൾ വരുമ്പോൾ ഒരു 101 തവണ അതിലുണ്ട അടിമിന്മാർ. ഇന്ന് വൈകുന്നേരങ്ങൾ വരുമ്പോൾ 101 തവണ സ്വലാത്ത് ചൊല്ലണം, 101 ദിക്ർ ചൊല്ലണം, 101 ഇസ്തിഗ്ഫാർ ചൊല്ലണം, 101 തവണ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അത് ചൊല്ലണം. 101 തവണ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ അതും ചൊല്ലണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ വരുന്ന വ്യാഴാഴ്ച ചാവക്കാടുണ്ട്, വരുന്ന ശനി ഞായറും കൊടക്കാടുണ്ടാവും കേട്ടോ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഉറക്ക് കുറേ ഒഴിവാക്കിക്കണം, ദ്വാരിക്കാൻ കേട്ടോ. അല്ലാഹു നമ്മളെ വിഷമങ്ങളൊക്കെ കഴിഞ്ഞ റമളാൻ ഈ സമയത്തൊക്കെ അല്ലേ ഭയങ്കര വേദനയിലായത് പല ആളുകളും. കഴിഞ്ഞ റമളാനൊക്കെ ആളുകൾ വളരെ കുറവായിരുന്നു. 10 വിവാദം കത്തി നിൽക്കുന്ന സമയമായിരുന്നു. ഈ പ്രാവശ്യം വിവാദം ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ എന്തായാല ആളുകൾ മെയിൻ ചെയ്തില്ല കേട്ടോ. അല്ലേ അള്ളാഹ് കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊരാളെ പേടിച്ചണ്ട. നമ്മൾ ഹക്കാട്ടോ നോമ്പ് നോക്കിട്ടാ പറയണം, നമ്മളത്തൊരു കളങ്കമില്ല കേട്ടോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റമളാൻ ആകുക എന്ന് പറയുമ്പോൾ നൂറെ ഹബീബിൻ്റെ കുടുംബങ്ങൾക്ക് പേടിയായിരുന്നു. മനസ്സിലായില്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വർഗം അള്ളാഹു നമുക്ക് വാജിബാക്കട്ടെ, നരകം അള്ളാഹു നമുക്ക് ഹറാമാക്കട്ടെ. ഒരാളെ കുറ്റം പറയേണ്ട ഒരു അവസ്ഥ ആരെ കുറ്റം പറയരുത്, മനസ്സിലായില്ലേ കേട്ടോ. ഇനി ഉണ്ടായിട്ട് ഉണ്ടാവില്ല, അന്ന് ഉണ്ടായിട്ട് കാര്യമില്ല, അതിനുണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. അള്ളാഹു ഇല്ലേ എന്തെല്ലാം പേര് ഇല്ലേ. കഴിഞ്ഞ റമളാനാണ് ആ സഹോദരി പറഞ്ഞത്, ഞാൻ അയാളെ തേച്ചൊട്ടിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ? പെണ്ണുങ്ങൾ വന്നിട്ട് പിന്നെ ആ സഹോദരി മരിച്ചു, അള്ള പുറത്തു കൊടുക്കട്ടെ. സമീറ അല്ലേ, ക്യാൻസർ വന്ന് ഒരുപാട് വേദനിച്ചിട്ടാണ് മരിച്ചത്. ഈ റമളാനിനെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ അള്ളാഹു ഒരാളെ കുറ്റം പെട്ട ഖൽബ് അള്ളാഹു തരാതിരിക്കട്ടെ. വാശി അല്ലേ, അഹങ്കാരം ഒന്നും നമ്മൾ തരാതെ നമ്മളെ ചെറിയതിലങ്ങനെ പോവുക. അപ്പോൾ അള്ളാഹു നമ്മളെ കൂടും. ഖിബർ തരാതെക്കട്ടെ കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ചിരിയും കളിയും സന്തോഷം അല്ലേ. ഇപ്പോൾ നമ്മൾ സ്ഥലം കൊടുത്തില്ലേ, അപ്പോൾ ഒരുപാട് ആളുകൾ റീലിട്ടിക്കണ്. അല്ലാ, ഞാനൊരു റീലിൻ്റെ ചോട്ടിൽ കണ്ടു എത്ര പേരെന്നെ കള്ളനെ വിളിക്കണത്.
എത്ര പേരാ. പിന്നെ കുറെ ആൾക്കാർ പറയാണ് വലത് കൈ കൊടുക്കണത് ഇടത് കൈ അറിയണ്ടെന്ന്. ഈ രണ്ട് കൈ കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് നിൽക്കാൻ വെച്ച അല്ലേ? നമ്മൾ കൊടുക്കുന്നതും പാട് ജനങ്ങൾ അറിയിച്ചിട്ടില്ലെങ്കിൽ അല്ലാ എന്നാലോചിക്കാണ്. അത് നമ്മൾ അവരെല്ലാം അറിയിക്കും. നമ്മളെ കൂടെ പറപ്പിയാണ്. കല്ലനെന്ന് വിളിച്ചോട്ടെ, കല്ലെടുത്തെറിഞ്ഞോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണ് എൻ്റെ മുഹബത്ത് അല്ലേ? അള്ളാഹു റാഹത്ത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരാളെ കുറ്റം പറയട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു റാഹത്തും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ് അല്ലേ? എന്തെല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഇറച്ചി ഉണ്ടോയെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ദൂരത്തുനിന്ന് ഇപ്പോൾ ഒരു കിലോ ഇറച്ചിക്ക് വന്നിട്ട് മുതലാകുമോ? ദൂരത്തുനിന്ന് കേട്ടോ. അപ്പോൾ എന്നാലും പിന്നെ വന്നാലൊരു പൊതി തരാം. പക്ഷെ ദൂരത്തുനിന്ന് വരാതിരിക്കലാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അവിടെ വരുന്നതിൻ്റെ കൂടെ പറപ്പിങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഒരു 11 മണിയാകുമ്പോഴത്തേന് അടുത്ത് വാരി കൊടുക്കാൻ ഞാൻ പറഞ്ഞേക്കണേ കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. സന്തോഷവും സമാധാനം അള്ളാഹു നൽകട്ടെ, റാഹത്ത് അള്ളാഹു നൽകട്ടെ. ഒരാൾ കേട്ടോ കേട്ടോ അള്ളാഹു റാഹത്ത് അള്ളാഹു നൽകട്ടെ. അപ്പോൾ ദ്വാരക്കേട്ടോ, ദുആ ചെയ്യാം. വലിയ ദുആ ദ്വാരക്കുന്നില്ല, ചെറിയ ദുആ. വൈകുന്നേരം എല്ലാവരും മജ്‌ലിസിൽ വേണം കേട്ടോ, എല്ലാവരും വേണം. എന്ത് സന്തോഷമാണ് അറിയാം, എന്ത് സന്തോഷമാണ് നിങ്ങളിങ്ങനെ കാണുമ്പോൾ കേട്ടോ അല്ലേ? എത്ര നോക്കാൻ നിങ്ങൾ ഇന്ന് 20-ൻ്റെ അടുത്തുണ്ടായിരുന്നു. അള്ളാഹു പറയാൻ കുറച്ച് നമ്മൾ ഒരു ഫാത്തിഹ ഓതണം. ഒരു വാക്ക് പറഞ്ഞിരുന്നു, അടിമന്മാർക്കൊരു ഫാത്തിഹ നമ്മൾ ഓതണം. പാവാണ് ഇറ്റ നമ്മളെ മജ്‌ലിസിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എത്ര ചീത്ത കേട്ടിട്ടുണ്ടല്ലേ അടിമന്മാർക്കൊക്കെ. എന്തെല്ലാം ഒരു ചെയ്ത് തെറ്റെന്താ? ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ അത് എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഒന്ന്. രണ്ടാമത് എന്ത് ചെയ്യും? ഒരാൾ വിഷമം പറഞ്ഞാൽ അവരാ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കും. അമ്മ റസൂലുള്ളാഹിക്ക് എത്ര വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓലെ പേരക്കുട്ടികളല്ലേ, അപ്പോൾ ഓലെ പേരക്കുട്ടികളെ കുറിച്ച് പലരും പലതും പറയും. അതൊന്നും കേൾക്കണ്ട നമ്മൾ അല്ലേ? നമ്മളിപ്പോൾ ഒരുപാട് പോയ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. ഒരുപാട് ഒത്തിരി കുറ്റം പറഞ്ഞവരൊക്കെ ഇപ്പം എന്തുണ്ട് തിരിച്ച് നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ എന്തില്ല കേട്ടോ. ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ് കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അന്നമാ അലൈനാ بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه يكافي مزيدا اللهم أوصل وبلغ مثل الثواب ما كرهناه وما صلينا وما سلمنا وهدية